ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ലെയർ ചപ്പാത്തിയും മുട്ട ബുർജിയുമാണ് കേട്ടോ. ലെയർ ചപ്പാത്തി എന്ന് പറയുന്നത് നല്ല ബറോട്ട പോലെ അടുക്കടുക്കായിട്ട് ലെയറായിട്ട് നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. പിന്നെ ഈ മുട്ട ബുർജി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഗ്രേവി പോലെ അല്ലാതെ ഇതൊരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ആ ലെയർ ചപ്പാത്തിയും ഈ മുട്ട ബുർജിയും കൂടെ കുട്ടികളുടെ മുമ്പിലോട്ടൊന്ന് കൊണ്ടുവച്ച് കൊടുത്താലേ വളരെ നന്നായിട്ട് അവർ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒന്നാണ്. ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കനം കൂടി പോവാതെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് അതൊരു മണത്തിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരല്പം ഇഞ്ചി കഷ്ണമാക്കിയത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 7-8 പല്ല് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4 മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കടായി നമ്മൾ അടുപ്പിലോട്ട് വെച്ചൊന്ന് കടുക് വറുത്തതിന് ശേഷം ആ സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മളിത് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നല്ല ബ്രൗണിഷ് ആയിട്ടാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഒരു പകുതിയൊക്കെ വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ആ തക്കാളി കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ ഇഞ്ചി കട്ട് ചെയ്തതും വെളുത്തുള്ളി ഒരു 8 പല്ല് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളക് അരിഞ്ഞതും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് ഇളം തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു അല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൊടി, നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇത്രയും കൂടി ഇട്ട് എണ്ണ ആവശ്യമായിട്ട് വന്നാൽ ഒരല്പം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഒരല്പം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഒരു അല്പം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ, അപ്പോഴേ അതിന് നല്ല ടേസ്റ്റ് കാണുള്ളൂ. ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന മുട്ട ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ആ 4 മുട്ടയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും, കാരണം നമ്മൾ ഉള്ളിയിൽ മാത്രമല്ലേ ഉപ്പിട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി മൈൽഡ് തീയിൽ വെച്ച് ഒന്ന് ഇളക്കി നമ്മൾ കൊണ്ടുവരണം. കാരണം ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്, ഗ്രേവി അല്ലല്ലോ. അതുകൊണ്ട് അത് ഇളക്കി ഇതുപോലൊന്ന് കൊത്തി കൊടുക്കുമ്പോൾ, കൊത്തു പൊറോട്ടയൊക്കെ കൊത്തത്തില്ലേ, അതുപോലെ ഒന്ന് കൊത്തി കൊടുക്കുമ്പോഴത്തേക്ക് അത് നല്ല പൊടിയായിട്ട് നല്ല ഉതിരുതിരായിട്ട് പൊടിയായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് കല്ലിൽ ഒരുപാടിട്ട് കൊത്തുമൊന്നും ചെയ്യരുത് കേട്ടോ. വളരെ ജെൻറ്റിലായിട്ടൊന്ന് കൊത്തി കൊടുക്കുമ്പോഴത്തേക്ക് അതേ ഒരു 5 മിനിറ്റൊക്കെ ഞാൻ അടുപ്പിൽ വെച്ച് കാണും. അപ്പോഴത്തേക്ക് ഇത് നല്ല ഡ്രൈ ആയിട്ട് നല്ല തോരൻ്റെ പരുവത്തിൽ നന്നായിട്ട് മുട്ട ബുർജി റെഡി ആയിട്ടുണ്ട്. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത്, മല്ലിയില ഇഷ്ടമാണെങ്കിൽ ഒരല്പം മല്ലിയിലയും കൂടെ തൂവി കൊടുക്കാം. ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. സാധാരണ പോലെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ ഒരു ചപ്പാത്തി പരത്തി എടുത്തതിന് ശേഷം ഒരല്പം നെയ്യോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലോ എന്തായിരുന്നാലും ഒരല്പം, കൂടുതലൊന്നും വേണ്ട, ഒരു മയത്തിന് വേണ്ടി മാത്രം ആ ചപ്പാത്തിയിൽ മൊത്തം അങ്ങനെ സ്പ്രെഡ് ആവുന്നത് പോലെ ഒരു മയത്തിന് വേണ്ടി മാത്രം ഒന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം ആ ചപ്പാത്തി നമുക്ക് 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ മടക്കിൻ്റെ മേളിലും ഒരല്പം മയം ഒന്ന് പുരട്ടി കൊടുക്കണം. നെയ്യാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ കുക്കിംഗ് ഓയിലാണ് പുരട്ടിയത്. ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഇനിയും അത് ഒന്നുകൂടെ ഒന്ന് മടക്കണം. അപ്പോൾ നമുക്ക് 4 ഫോൾഡായി, 4 മടക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ മേളിൽ ഒരല്പം ഒന്ന് ആ സ്പൂണിൻ്റെ പുറകുവശം കൊണ്ടൊന്ന് തൂത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് പരത്തി, ഒരുപാട് അങ്ങോട്ട് പരത്തണ്ട, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ മേളിലെല്ലായിടത്തും. ദേ ഇതുപോലെ അത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒക്കെ വരും. നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടില്ല, കാരണം നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തല്ലേ. ഈ ഒരു ഷേപ്പിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഷേപ്പ് റൗണ്ട് ഇല്ലെങ്കിലും ഇതൊരു നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയാണ്. നമ്മൾ കല്ലിലിട്ട് കൊടുത്തതിന് ശേഷം സാധാരണ ചപ്പാത്തി ചുടുന്നത് പോലെ തന്നെ ഒരല്പം ബ്രഷ് വെച്ച് എന്തെങ്കിലും ഒരു ഓയിലിൻ്റെ മയം ഒന്ന് തേച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ചുട്ടെടുത്താൽ മതി. ഇപ്പോൾ ചപ്പാത്തി എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് കേട്ടോ. ബറോട്ട പോലെ അകത്തൊക്കെ ലെയറായിട്ട് കയ്യിൽ വെച്ചതേ കണ്ടാൽ ഒന്നങ്ങ് പിതുങ്ങി പോകുന്ന ഒരു സോഫ്റ്റ്നെസ് ആണ് ഈ ചപ്പാത്തിക്ക്. നല്ല സോഫ്റ്റാണ്. അതുപോലെ ഒന്ന് മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അകത്തൊക്കെ ലെയർഡായിട്ട് ഒത്തിരി അറകൾ പോലെ അങ്ങനെ ലെയറായിട്ട് വന്നിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.